മഹാനായ പ്രവാചക പ്രഭു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അൽ മുഅ്മിനു ബൈന ഖംസി ശദാഇദ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 പ്രതിസന്ധികളുടെ ഇടയിലാണ് അവന്റെ ജീവിതവും അവന്റെ മരണവും. 5 ഭീകരമായ പ്രതിസന്ധികളുടെ മധ്യയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതമെന്ന് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നാം ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരേ ഒരു പ്രതിസന്ധി മാത്രമാണ്. കാരണം നേരം വെളുക്കുന്നത് മുതൽ നേരം പാതിരാ സമയം വരെയും ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ 5 ശത്രുക്കളിൽ 5 പ്രതിസന്ധികളിൽ ഒരു പ്രതിസന്ധിയെ മാത്രമാണ് നാം ചർച്ച ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ 5 പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, ശത്രുക്കൾ, അത് ആരാണ് എന്ന് നാം തിരിച്ചറിയുകയും ഈ 5 പ്രതിസന്ധികളിൽ നിന്നും പരിഹാരം തേടി ഒരു വിശ്വാസി അവന്റെ ഈമാനിനെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് മുഅ്മിനു യഹ്സുദുഹു, ആദ്യത്തെ ശത്രു വിശ്വാസികളിൽ തന്നെ ഉള്ള അവനോട് അസൂയ വയ്ക്കുന്നവരാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് മുനാഫിഖുൻ യബ്ഗുലുഹു, അവനെ എപ്പോഴും ദേഷ്യത്തോടെ നോക്കിക്കാണുന്ന, അവനോട് കടിച്ചാൽ കടിച്ച് കീറാൻ ഉള്ള കലിയോടെ നടക്കുന്ന, വിശ്വാസം ഇല്ലാത്ത എന്നാൽ വിശ്വാസികളാണ് എന്ന് പുറത്തു നടിക്കുന്ന കപട വിശ്വാസികളിൽ നിന്നുള്ള ഭീകരമായ കോപം ഒരു വിശ്വാസിയുടെ പ്രതിസന്ധിയാണ്. മൂന്നാമതായി നബി തങ്ങൾ പഠിപ്പിച്ചത് വഅദുവ്വൻ യുഖാതിലുഹു, അവനോട് മല്ലിടാൻ, അവനോട് പോരടിക്കാൻ വേണ്ടി എത്തുന്ന ശത്രുക്കളാണ്. അത് നമ്മുടെ ഫാസിസ്റ്റുകളാണ്. ഈ രാജ്യത്തിന്റെയും ഭരണഘടനയും ശത്രുക്കളായ സവർണ സവർഗ ഫാസിസ്റ്റുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നാലാമതൊരു ശത്രുവുണ്ട്, അത് ശൈത്വാനു യുളില്ലുഹു, അവനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താനാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമതായി ഈ 4 ശത്രുക്കളെക്കാൾ ഭീകരനായ ഒരു ശത്രുവുണ്ട്, വനഫ്സുൻ തുഗ്വീഹി, അവനെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ, അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ. ഇത് 5ാമത്തെ പ്രതിസന്ധിയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ 5 എണ്ണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ ഈമാനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക. അള്ളാഹു നമ്മുടെ ഈമാനിന് ഒരു സ്ക്രാച്ച് പോലും വീഴാത്ത, ഒരു പോറൽ പോലും ഏൽക്കാത്ത, ഏറ്റവും സംശുദ്ധമായ 916 എന്ന് നമ്മൾ പറയുന്ന 916 എന്ന് പറയുന്ന എല്ലാം ഒത്തിണങ്ങിയ ഈമാനാക്കി അള്ളാഹു നമ്മുടെ ഈമാനെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമത്തെ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി, മുഅ്മിനു യഹ്സുദുഹു, അവന്റെ അനുഗ്രഹങ്ങളിൽ, അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ അസൂയയുടെ കണ്ണുകൊണ്ട് നോക്കുന്ന വിശ്വാസികളാണ് ആദ്യത്തെ ശത്രുക്കൾ എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോഴും മൂന്നാമത്തെ ശത്രുവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇടയിൽപ്പെട്ട മുഅ്മിനീങ്ങളായ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളായ, നമ്മുടെ സമുദായമായ, നമ്മുടെ ഖൗമായ, നമ്മുടെ സമൂഹമായ ഏറ്റവും അടുത്ത അസൂയക്കാരെ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒന്നാമത്തെ ശത്രു അവരാണ്. അതിനെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മളെ യഥാർത്ഥ ഈമാനുള്ളവരിൽ ചേർത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിവര്യനായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇറാഖ് ജയിച്ചടക്കിയിട്ട് അവിടുത്തെ സൈന്യമതാ ഗനീമത്ത് സ്വത്തുമായി കടന്നു വരികയാണ്.
ഇറാഖ് ജയിച്ചടക്കിയിട്ട് ആവേശത്തോടെ തന്റെ ഇടത്തോടെ ഇസ്സത്തോടെ കടന്നു വരുന്ന മുസ്ലിം സൈന്യത്തെ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ സ്വീകരിക്കുകയാ. മദീന ഭരിക്കുന്നത് ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളാണ്. മദീനയുടെ പ്രസിഡന്റ് ഉമർ തങ്ങളാണ്. മദീനയുടെ പ്രധാനമന്ത്രി ഉമർ തങ്ങളാണ്. മദീനയുടെ ചീഫ് ജസ്റ്റിസ് മഹാനായ ഉമർ തങ്ങളാ. ആ ഉമർ തങ്ങളുടെ മുമ്പിൽ ഇറാഖ് ജയിച്ചടക്കിയിട്ട് ഇസ്ലാമിക സൈന്യമതാ ഗനീമത്ത് സ്വത്തുമായി കടന്നു വരുമ്പോൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ മുന്നിലേക്ക് ഗനീമത്ത് സ്വത്തുക്കൾ കൊണ്ടുവെക്കുകയാ. സ്വർണത്തിന്റെ കൂമ്പാരമുണ്ട്, വെള്ളിയുടെ കൂമ്പാരമുണ്ട്, പട്ടിനാനുള്ള കൂമ്പാരമുണ്ട്. ധാരാളം സ്വത്തുവകകൾ ഇറാഖ് ജയിച്ചടക്കിയ മുസ്ലിം സൈന്യത്തിന് കിട്ടിയ സ്വത്തുക്കളല്ല മഹാനായ അമീറുൽ മോമിനീന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു രാജാവിന്റെ കണ്ണുമഞ്ഞളിച്ചു പോകുന്ന സമയമാണ്. ഏതൊരു രാജാവും ഭരണാധികാരിയും അന്താളിച്ചു പോകുന്ന സമയമാണ്. സഹോദരങ്ങളെ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പട്ടിന്റെയും ഒക്കെ കൂമ്പാരം കണ്ടപ്പോ മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ നോക്കിയത് സൈന്യത്തെയാണ്. സുബ്ഹാനല്ലാഹ്, അവരതാ മാറി നിൽക്കുകയാ. എല്ലാ ഖലീഫയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവര് മാറി നിൽക്കുകയാണ്. ആരും ഒരാൾ പോലെ കടന്നു വന്നതിന് പിടിവലി കൂടുന്നില്ല. അതെനിക്ക് വേണം, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആരും പിടിവലി കൂടുന്നില്ല. എല്ലാവരും മാറി നിൽക്കുന്ന കാഴ്ച കണ്ട് മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരയുകയാ. പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ച കണ്ട് മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുകയാണ്, സൈന്യം ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ മാദാ യുബ്കി, എന്താണ് അങ്ങ് കരയിപ്പിച്ചത്? അങ്ങയെ കരയിപ്പിച്ചത് എന്താണ്? കരയാനുള്ള കാരണം എന്താണ്? അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളാര് തോറ്റ് പരാജയപ്പെട്ട് വന്നവരല്ല, ഞങ്ങളാര് പരാജയപ്പെട്ട് വന്നവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് സൈന്യം പറയുകയാണ്, ഞങ്ങളാരോ പരാജയം ഏറ്റുവാങ്ങി വന്നവരല്ല. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ശരീരവും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത് സമര പോരാട്ടത്തിൽ ഇറങ്ങിയിട്ട് വീറോടെ വാശിയോടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാടിയിട്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പതാക പിന്നിൽ ഞങ്ങളെ പാർപ്പിച്ചിട്ട് വന്നതല്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല, ഒരു സ്വർണത്തിന്റെ നാണയം പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചല്ലോ, ഞങ്ങൾ അനുസരണയുള്ളവരാ, പിന്നെയും കരയുന്നതെന്താ? ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹാക്കളെ, പ്രിയപ്പെട്ട സഹാബത്തെ, എന്താ ഞാൻ കരഞ്ഞതെന്നറിയോ? നിങ്ങൾ പരാജയപ്പെട്ട് വന്നവരായി പരാജയപ്പെട്ട് വന്നു എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞതല്ല, നിങ്ങൾ വിജയശ്രീലാളിതരായി മടങ്ങി വന്നവരെ തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഞാൻ കരഞ്ഞതെന്തെന്നറിയോ? ഇന്നലെ വരെ നിങ്ങൾ പട്ടിണിയാണ്, പരിവട്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്. ഇന്ന് നിങ്ങൾക്കിതാ ഗനീമത്ത് സത്ത് കിട്ടിയിരിക്കുകയാ. ഞാൻ ഓർത്തു പോകുന്നത് വേറൊന്നുമല്ല, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ പ്രവാചകന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? മാലാ യുഫ്തഹു ദുനിയാ അലാ അഹദിൻ ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ളാ, ലാ തുഫ്തഹു ദുനിയാ അലാ അഹദിൻ ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ളാ. എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരൊരാളുടെ മുമ്പിൽ ദുനിയാവ് തുറക്കപ്പെട്ടു കൊടുക്കുന്നുണ്ടോ, ആരുടെ മുമ്പിൽ ദുനിയാവ് തുറസപ്പെടുന്നുണ്ടോ, ആരുടെ മുമ്പിൽ ദുനിയാവിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ടോ, ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ളാ, അവരുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും ഇറക്കിയിട്ടല്ലാതെ ഞാൻ അവരുടെ ഇടയിൽ സന്തോഷവും ക്ഷേമവും ഞാൻ കൊടുക്കില്ല എന്ന് അല്ലാഹ് പറഞ്ഞത്
പറഞ്ഞതായിട്ട് എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബാ. ഉമറുൽ ഫാറൂഖ് തങ്ങളാ പറയുന്നത്. സഹോദരങ്ങളെ, സാമ്പത്തിക ശേഷി ഇല്ലാത്തപ്പോ എല്ലാവരും ഒത്തൊരുമയിലാണ്. ഒരു വീടെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ആ വീട്ടിലെ ഉമ്മയും ബാപ്പയും 3 മക്കളുമാണ്. ആ മക്കൾ കാച്ചി കുടിക്കാനൊന്നുമില്ലാത്ത പട്ടിണിയുടെ പരിവട്ടത്തിൽ നിന്ന് വന്നവരാണ്. മാതാപിതാക്കൾക്ക് എന്ത് കിട്ടിയാലും ആ മക്കളെ ഊട്ടാതെ അവരെ കഴിക്കൂല. മക്കൾക്ക് എന്ത് കിട്ടിയാലും മാതാപിതാക്കൾക്ക് കൊടുക്കാതെ അവരും കഴിക്കൂല. പക്ഷെ 3 മക്കളും 3 രാജ്യങ്ങളിലേക്ക് പണം സമ്പാദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുത്തനങ്ങ് ബഹ്റൈനിലാണ്, മറ്റൊരുത്തന് ഒമാനിലാണ്, മറ്റൊരുത്തന് കുവൈറ്റിലാണ്. അവര് 3 പേര് സമ്പന്നരായ പിന്നെ വീടിന്റെ ഈ കുടുംബ വീടിന്റെ തറവാടിന്റെ 4 ഭാഗത്ത് 3 വീട് ഉയരുകയാണ്. ആ 3 വീടുകൾക്ക് ചുറ്റുമതിൽ വരികയാണ്. ആ ചുറ്റുമതിലിന്റെ ഉള്ളില് വിദേശ നിർമ്മിത വാഹനങ്ങൾ വരികയാ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ തമ്മിലും മതിൽക്കെട്ടുകളില്ല. ഇന്നലെ വരെ പരസ്പരം അവരുടെ ഇടയിൽ മതിൽക്കെട്ടുകളില്ല. ഇന്ന് പണം വന്നപ്പോലും മതിലുകളായി, മതിൽക്കെട്ടുകളായി, ഗേറ്റുകളായി, വാഹനങ്ങളായി. പിന്നെ വാപ്പയുമ്മയെ നോക്കാൻ ആരുമില്ല. പിന്നെ മത്സരമാണ്. നിന്റെ വീട്ടിൽ ഒരാഴ്ച നിർത്തിക്കോ, പിന്നെ ഞാൻ നിർത്താ. സഹോദരങ്ങളെ, സാമ്പത്തിക ശേഷി വരുമ്പോഴാണ് പരസ്പരം കോപമുണ്ടാവുക, പരസ്പരം ഭിന്നതയുണ്ടാകുന്നത് പണമുള്ളപ്പോഴാണ്. പണം വരുന്ന സമയത്താണ് പരസ്പരം വെറുപ്പ് വരുന്നത്. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അഖ്വഫ മാ ഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തെന്നറിയോ? എല്ലാ നമ്മളോട് വിളിച്ചു പറഞ്ഞ ഹബീബ് പറഞ്ഞത്, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഏതാണ്? വിഗ്രഹാരാധനയല്ല, ബിംബാരാധനയല്ല, വിഗ്രഹ കച്ചവടങ്ങളല്ല, വിഗ്രഹത്തിന്റെ നിർമ്മാണങ്ങളല്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് എന്തെന്നറിയോ? ഒരു ചായക്ക് പൈസ ഇല്ലാതെ എന്റെ സമുദായത്തിന്റെ പാവപ്പെട്ട സഹോദരങ്ങൾ, എന്റെ സഖാക്കൾ, എന്റെ സതീശൻ, എന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഒരു ചായക്ക് പൈസ ഇല്ലാതെ ആളുകളുടെ വീടുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ പിറക്കി തിന്നുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. തന്റെ പൊന്നുമോളെ കെട്ടി പൈസ ഇല്ലാതെ പള്ളികൾ ഇറങ്ങി നടക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പള്ളി നിർമ്മിക്കാൻ കഴിയാതെ റെസിപ്റ്റ് മേടിച്ചുകൊണ്ട് എല്ലാ വിദേശ രാജ്യങ്ങളും സഞ്ചരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ടത് എന്തെന്നറിയോ? ഇന്ന അഖ്വഫ മാ ഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഏതെന്നറിയോ? അയ്യക്സുറ ബിഹിമുൽ മാ, പണപ്പെരുപ്പമാ ഞാൻ പേടിക്കുന്നത്. പണത്തിന്റെ കുത്തൊഴുക്കാ ഞാൻ പേടിക്കുന്നത്. അങ്ങനെ പണം വന്നു കഴിഞ്ഞാ പരസ്പരം അസൂയ വരുന്നതാ. പിന്നെ പരസ്പരം അവര് വാളോങ്ങുന്നവരാ. പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരന്റെ തലതല്ലി തകർത്ത ആ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഉമ്മാന്റെ കാത് മുറിച്ച മക്കളെ കണ്ടിട്ടില്ലേ? വാപ്പാന്റെ തലയ്ക്ക് ചെരവ കൊണ്ടടിച്ച മക്കളെ കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, സമ്പത്തിന് വേണ്ടിയിട്ട് പരസ്പരം തല്ലിത്തകർന്നു പോയ കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ? എന്താ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്? പണം അധികരിക്കലാണ് ഞാൻ പേടിക്കുന്നത്. അങ്ങനെ എന്റെ സമുദായത്തിൽ പണം വന്ന് കുമിഞ്ഞുകൂടിയാ അവര് പരസ്പരം അസൂയ വയ്ക്കുമെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. 5 ശത്രുക്കളെ അല്ലാഹ് പരിചയപ്പെടുത്തി മുസ്ലിമേ. 5 പ്രതിസന്ധികളെ ഹബീബ് പരിചയപ്പെടുത്തി പെങ്ങളെ. അതിൽ ആദ്യത്തെ പ്രതിസന്ധി ഏതാ? ആദ്യത്തെ പരീക്ഷണം ഏതാ? ആദ്യത്തെ ശത്രുവേദാ? മുഅ്മിനി യഹ്സുദൂനഹു, നിന്നോട് അസൂയ വയ്ക്കുന്ന നിന്റെ സഹോദരനാണ് എന്ന് ഇന്നേവരെ തമാശയ്ക്ക് പോലും ആ ചുണ്ടുകളെ ചൊലിപ്പിക്കാത്ത മദീനയുടെ മണവാളനെ, ആമിനാടെ പൊന്നുമോനെ, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ശത്രു ആരാ? RSS അവിടെ നിൽക്കട്ടെ.
BJP അവിടെ നിൽക്കട്ടെ, ഫാസിസം അവിടെ നിൽക്കട്ടെ, നാസിസം അവിടെ നിൽക്കട്ടെ, സാമ്രാജ്യത്വം അവിടെ നിൽക്കട്ടെ, സൈനിസം അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മുഅ്മിനു യഹ്സുദുഹു, അവന്റെ ആദ്യത്തെ ശത്രു അവന്റെ നിഅമത്തുകളിൽ അസൂയ വെക്കുന്ന കൂടപ്പിറപ്പുകളായ സഹോദരങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കലഹം ഉണ്ടാക്കിയിട്ട് പോയി കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചു എന്നാരും കരുതരുത്. ഞാൻ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. യാക്കൂബ് നബി അടുത്ത് വന്നിട്ട് യൂസുഫ് നബി പറഞ്ഞു, പൊന്നു വാപ്പാ, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ഞാൻ കണ്ടു വാപ്പാ, എന്നെ സുജൂദ് ചെയ്യുന്നതായിട്ട്. ആ സമയത്ത് വാപ്പ പറഞ്ഞു, ലാ തഖ്സുസ് റുഇയാക അലാ അഹദിൻ മിൻ ഇഖ്വതിക, നീ ആരെടുത്ത് പറഞ്ഞാലും നിന്റെ സഹോദരങ്ങളുടെ അടുത്ത് പറയരുത്. ഈജിപ്തിലുണ്ടായ എന്റെ രക്തത്തിന്റെ ഭാഗമായ നിന്റെ കൂടപ്പുറപ്പുകളായ സഹോദരങ്ങളോട് പറയരുത്. ഫയക്കീദൂലക കൈദ, അവർ നിന്നെ ചതിക്കും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നാട്ടില് ഇപ്പൊ ഞാൻ വലിയ പണക്കാരനായാൽ, ഞാനെന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്, ഞാൻ പണക്കാരനായാൽ അല്ലെങ്കിൽ ഉസ്താദ് പണക്കാരനായാൽ, ഉസ്താദ് നാട്ടുകാർ പിന്നെ വേണം, ഞാനിപ്പോ എല്ലാം ഞാൻ തന്നെ അങ്ങ് സ്വീകരിച്ചോളാം, കുഴപ്പമില്ല. ഞാൻ വലിയ പണക്കാരനായാൽ ഏറ്റവും കൂടുതൽ അസൂയ വയ്ക്കുന്ന എന്റെ സഹോദരങ്ങളായിരിക്കും, രണ്ടാമത് എന്റെ ബന്ധുക്കളായിരിക്കും, പിന്നെയാണ് എന്റെ നാട്ടുകാർ അസൂയ വെക്കുക, അല്ലേ? അതങ്ങനെയാണ് സഹോദരങ്ങളെ. എന്റെ മകന് കിട്ടാത്തത് എന്റെ ജേട്ടന്റെ മകന് കിട്ടും, എനിക്ക് അസൂയ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട പ്രതിസന്ധി ഏതാണ്? ആദ്യം തിരിച്ചറിയേണ്ട 5 പ്രതിസന്ധി പറയും, 5-നുള്ള പരിഹാരവും പറയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത്, എല്ലാവരുടെയും കണ്ണ് നേരെ ഫോക്കസ് ചെയ്യുന്നത് വേറൊരു ശത്രുവിലേക്കാണ്. അതിനു മുമ്പ് ശത്രുക്കളെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി. ഒന്ന്, അവന്റെ നിഅമത്തുകളിൽ അസൂയ വയ്ക്കുന്ന ഏറ്റവും അടുത്ത മുഅ്മിനീങ്ങളായ സഹോദരങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എന്തിനാ നമ്മൾ അസൂയ വെക്കുന്നത്? നമ്മൾ എന്തിനാണ് അസൂയ വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലി നിഅമില്ലാഹി അഅദാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കളുണ്ടത്രേ, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശത്രുക്കളുണ്ടത്രേ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് ശത്രുക്കളുണ്ട് നമുക്കറിയാം, അല്ലാഹുവിന്റെ ദീനിന് ശത്രുക്കളുണ്ട് നമുക്കറിയാം. പക്ഷെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുക്കൾ ആരെന്നറിയോ? സഹാബത്ത് ചോദിച്ചു, അവരാരാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവര് അസൂയക്കാരാ. എന്തുകൊണ്ടെന്നറിയോ? എനിക്കിപ്പോ അല്ലാഹു തആല ഒരു സൗഭാഗ്യം തന്നിരിക്കട്ടെ, ആ സൗഭാഗ്യം എനിക്ക് തന്നത് കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾ അസൂയ വെക്കുകയാണ്. പടച്ചവനെ, അതൊന്ന് നശിച്ചിരുന്നെങ്കിൽ. എന്റെ വീട് കണ്ടിട്ട് നിങ്ങൾ പറയുന്നു, പടച്ചവരെ, ഒരു ഭൂകുലുക്കം വന്നെങ്കിലും അത് നശിച്ചെങ്കിൽ, പടച്ചവരെ, ഒരു ഭൂചലനം വന്നിട്ടെങ്കിലും അത് നശിച്ചു പോയെങ്കിലല്ല. കാരണം എന്താണ്? എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് അസൂയയാണ്. ആ അസൂയ നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളിൽ കണ്ണുവെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ല എനിക്ക് തന്ന നിഅമത്തുകളുടെ ശത്രുവാണത്. പാടില്ല, പാടില്ല മുസ്ലിമേ, നമ്മൾ ആരോടും അസൂയ വെക്കണ്ട. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ തണലിൽ ഒരാളെ കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കാറുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുകയാ. ആ മനുഷ്യന് വല്ലാത്ത അടുപ്പം ചെന്ന മനുഷ്യനാ, അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പക്കാരനായ മനുഷ്യനാ. കാരണം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനല്ലേ. ആ മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകന് മൂസാ നബി ചോദിച്ചല്ലോ, ഈ മനുഷ്യനാരാ? ഇത്രയും വലിയ അടുപ്പക്കാരൻ നിനക്കുണ്ടെങ്കിൽ അവന് ആരാണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ഓ മൂസാ നബിയേ, അയാൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയണ്ടേ? അതല്ലേ വേണ്ടത്? ആരായ നിങ്ങൾക്കെന്താ? അയാൾക്ക് ഈ അടുപ്പ
അടുപ്പം കിട്ടാൻ കാരണം എന്തെന്നല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്, അതല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, അതല്ലേ നിങ്ങൾ പ്രബോധനം ചെയ്യേണ്ടത്. അവരാരോ ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അയാൾ ഇങ്ങനെ എന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിയെന്ന് നിങ്ങൾ അറിയുക. മൂസാ നബി ചോദിക്കുന്നു, അല്ലാ, അയാളെ എങ്ങനെയാ നീ ഇത്ര അടുപ്പക്കാരനാക്കിയതല്ലാ? ഇത്രയും അടുപ്പം ശ്രദ്ധിക്കാൻ അയാളെ ചെയ്ത പ്രവൃത്തി എന്താ? മഹാനായ മൂസ നബിയോട് അല്ലാഹ് പറയുകയാ, മൂന്ന് ഗുണങ്ങളായിരുന്നു ആ മനുഷ്യനുള്ളത്. മാതാപിതാക്കളെ ഇന്നേ വരെ ബുദ്ധിമുട്ടിക്കാത്ത മനുഷ്യനാണത്. ഇന്നേ വരെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളുടെ നേരെ കണ്ണൊന്നുരുട്ടിയിട്ടില്ല. മാതാപിതാക്കളുടെ മുമ്പിലൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തേതാണ് യേശനി പറഞ്ഞ് നടന്നിട്ടില്ല. ഇന്ന് യേശനി എല്ലാവർക്കും വല്ലാത്തൊരു സുഖമാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന ഞാൻ വന്ന് നിങ്ങളോട് മറ്റൊരാളെ പറ്റി അവരറിയാത്തത് പറഞ്ഞു തരുക, എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെപ്പറ്റി നിങ്ങളറിയാത്തത് പറഞ്ഞു കൊടുക്കുക. ഇന്ന് ആളുകൾക്ക് വല്ലാത്ത ഹരമാണത്. അതിൽ പ്രഭാഷകനാണെന്നോ, അതല്ലെങ്കിൽ സയ്യിദാണെന്നോ, അല്ലെങ്കിൽ ഖാദിയാണെന്നോ, അല്ലെങ്കിൽ ആലിമാണെന്നോ, അല്ലെങ്കിൽ തങ്ങളാണെന്നോ, അല്ലെങ്കിൽ ഹാജിയാണെന്നോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇമാമാണെന്നോ, അതൊന്നും പരിഗണനയില്ല. ആരെ പറ്റി വേണോ നമ്മൾ നമീമത്ത് യേശന് പറയാൻ നമ്മൾ മിടുക്കന്മാരാ. ആരെ പറ്റി വേണമെങ്കിൽ നമ്മൾ പറയാൻ നല്ല തിടുക്കത്തിലാ നമ്മളുള്ളത്. എന്നാലും പഠിച്ചോ, ഈ അർശിന്റെ ചുവട്ടിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അയാള് യേശനി പറയാത്തവനാ. നമ്മുടെ വിഷയം അതുമല്ല. മൂന്നാമതായിട്ട് അല്ലാഹു മൂസ നബിയോട് പറയുകയാ, ലാ യഹ്സുദൂനന്നാസ്, ജനങ്ങളോട് ഒരു കാര്യത്തിലും അസൂയ വെക്കൂല. അല്ലാഹു പറയുന്ന ഒരു നിഅമത്തുകൾക്കും അവൻ അസൂയ വെക്കൂല. ആർക്ക് എന്ത് കിട്ടിയാലും പറയും അൽഹംദുലില്ലാഹ്, അവനത് കിട്ടിയല്ലോ സന്തോഷം. നമ്മൾ എന്തിനാ അസൂയ വെക്കുന്നത്? ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ഒരാൾക്കുള്ള നിഅമത്ത് കൊടുക്കുന്നത് കാണുമ്പോ, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, പ്രഭാഷകനാണ്, എന്നെ പോലത്തെ ഒരു പ്രഭാഷകന് നല്ല പ്രസംഗം അവതരിപ്പിക്കുമ്പോ, അല്ലാഹുവേ എന്നെക്കാല് സാമർഥ്യനാണല്ലോ, സമർത്ഥനാണല്ലോ, സാമർഥ്യമുള്ളവനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഈ അനുഗ്രഹം നീ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് വളർന്നു വളർന്നു പോകും. ഞാൻ താഴോട്ട് തളർന്നു പോകും, അതിന് സംശയമില്ല. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലുൻ നാറുൽ ഹതബാ, തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ എന്റെ നമസ്കാരവും, എന്റെ നോമ്പും, എന്റെ സൽക്കർമ്മങ്ങളും, എന്റെ സ്വതക്കയും, എന്റെ തഹജ്ജുദും, എന്റെ ളുഹായും, എന്റെ ജീവിതത്തിലെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഈ അസൂയ എന്ന് പറയുന്ന സംഗതി നശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ അല്ലാഹു ആർക്ക് കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് അസൂയ വെക്കല്ലേ, അത് ഒരിക്കലും നശിച്ചു പോകാൻ കൊതിക്കല്ലേ. അല്ലാഹ് പറഞ്ഞതെന്താണ്? അൽ ഹാസിദു അദുവുൽ നിഅമതി, എന്റെ നിഅമത്തിന്റെ ശത്രുവാണ് അസൂയ വെക്കുന്നവന്. എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. ഇതാരാണ് പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, നാളെ നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, അവനാണ് പറഞ്ഞത്. അൽ ഹാസിദു അദുവുൽ നിഅമതി, അസൂയ വെക്കുന്നവൻ എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. മുതസഖിതുൽ ഖളാഇ, എന്റെ വിധിയിൽ ദേഷ്യമുള്ളവനാണ്. ഗൈറു റാളിം ബിഖിസ്മതി, എന്റെ ഓഹരിയിൽ തൃപ്തിപ്പെടാത്തവനുമാണ്. എനിക്ക് പ്രസംഗിക്കാൻ കഴിവെന്ന് വേറൊരാൾക്കും കൊടുത്ത്, ഇച്ചിരി കഴിവ് കൂടുതൽ അയാൾക്ക് കൊടുത്ത്, അപ്പൊ ഞാൻ ചിന്തിക്കാൻ, പടച്ചോനെ എന്തൊരു പ്രസംഗമാണ്, ഒരു ചെറിയ കുച്ചെങ്കിലും കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് ചിന്തിച്ചാൽ, അള്ളാഹുവിന്റെ ഖിസ്മത്തിലെ ഓഹരി, അള്ളാഹു ഓഹരി ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തിയായില്ലെന്നല്ലേ അർത്ഥം. അപ്പൊ അള്ളാഹു തആല വെറുതെ വിടുവോ? അല്ല വെറുതെ വിടോ? അള്ളാന്റെ പള്ളിയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ മദ്രസയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ പരിശുദ്ധ ദീനിനോട് കളിക്കുന്നത് പോലെയാണോ ഇത്? അല്ല പറയാണ്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്, എന്റെ ഓഹരി കൊണ്ട് പൊരുത്തപ്പെടാത്തവനാണ്, എന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്തവനാണ്.
അതുകൊണ്ട് നമ്മൾ ആരുടെ നിഅമത്തുകൾക്കും അസൂയ വെക്കണ്ട. ഇത് വിശദീകരിക്കാൻ സമയമില്ല. ആർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളുടെ നമ്മൾ അസൂയ വെക്കരുത്. നമുക്കൊരു നിഅമത്ത് കിട്ടുമ്പോൾ മറ്റുള്ളവർ അസൂയ വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാനുള്ള ഒറ്റ കാര്യമുണ്ട്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد സൂറത്തുൽ ഫലഖ് നമ്മൾ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പൊന്ന സഹോദരങ്ങളെ, ചില ആളുകൾ കണ്ണു വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വെണ്ണീറായി പോകും. അതിൽ ഒരു സംശയവും വേണ്ട. കണ്ണ് വലിയ പ്രശ്നമാണ്. സിഹ്ർ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പട്ടിക്കാഷ്ടത്തിലും നായയുടെ കാഷ്ടത്തില് സിഹ്ർ ചെയ്ത് ക്ഷുദ്രം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാൾ ഭീകരമാണ്. അങ്ങനെ നോക്കിയിട്ടൊന്ന് ഇരുത്തിയാ മതി, തീർന്ന്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആ മക്കളെ പോലും കുളിപ്പിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം മാഷാ അല്ലാ എന്ന് നമ്മൾ പറയണം. ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് കണ്ണേറുണ്ടാവും. കണ്ണാടി നോക്കുമ്പോ നമ്മുടെ സൗന്ദര്യം തന്നെ നമ്മൾ കണ്ടിട്ട് അസൂയ വെക്കാനും കണ്ണ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അവിടെയും നീ ഒരു കുറവായിട്ട് കണ്ടിട്ട് നീ പറയണം അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹ് എന്റെ പൊറോക്ക നീ ശരിയാക്കി തന്നു, മോശമാണ്, അതുകൊണ്ട് നീ ശരിയാക്കി താ അല്ലാഹ്. കാരണം എന്താണ്? നമ്മളെല്ലാം തികഞ്ഞവനാണെന്ന് തോന്നും. ആർക്കും ജന്മനാ കിട്ടിയ സൗന്ദര്യം മോശമാണെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സൗന്ദര്യം കൂട്ടാനൊക്കെ എല്ലാ സെലിബ്രിറ്റികളും അങ്ങനെയാണ്. 180 വയസ്സായ നടീനടന്മാരൊക്കെ നടക്കുന്നത് ഇപ്പോഴും 18 വയസ്സുകാരെ പോലെയാണ്. കാരണം എന്താണ്? പൈസയുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് അവരുടെ കോലങ്ങൾ മാറ്റാൻ ഇപ്പോ പ്ലാസ്റ്റിക് സർജറിയാണ്. നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചില്ലേ? മെയിൻ അപകടം നടന്ന ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി. ഹൈവേയിൽ വെച്ച് ലിംഗം തെറിച്ചുപോയി ഒരു ചെറുപ്പക്കാരൻ്റെത്. മംഗലാപുരത്തുള്ള കസ്തൂർബ മണിപ്പാലിലാണ് അതിന്റെ കേന്ദ്രമെങ്കിലും മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കർണാടകയിലെ മെഡിക്കൽ കോളേജിലെ നിപുണനായ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ ഡോക്ടർ ഒരു വിരൽ മുറിച്ചെടുത്തിട്ട് ആ വിരൽ ലിംഗമായി വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത കാലമാണ് നമ്മളുള്ളത്. ആ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ അടുത്ത സമയത്ത് ഉദ്ധാരണ ശേഷി കൂടാൻ വേണ്ടിയിട്ട് ആളക്കടിക്കുന്ന മരുന്നടിച്ചിട്ട് തന്റെ ഗേൾ ഫ്രണ്ടിനടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു വാർത്തയാണ്, വലിയ വാർത്തയാണ്. NRCയുടെ ഇടയിലങ്ങ് മുങ്ങിപ്പോയെന്നേ ഉള്ളൂ. ഉദ്ധാരണ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കാളക്കടിക്കുന്ന മരുന്നെടുത്ത് അടിച്ചിട്ട് ഗേൾ ഫ്രണ്ടിനോടൊപ്പം സഞ്ചരിക്കാനും സഹവസിക്കാനും തീരുമാനിച്ചു. ആശുപത്രിയിൽ കയറി ഇപ്പൊ 40-50 ഓപ്പറേഷൻ കഴിഞ്ഞു. അള്ള തരുന്ന ഒരു നിയമത്തുണ്ട് സഹോദരങ്ങളെ. നമുക്കിപ്പോ അള്ളാഹു താല കാൽമുട്ട് തന്ന് എവിടെ കാണാൻ കുഴപ്പമൊന്നുമില്ല. 10-25-35 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ട് മടങ്ങാതെ നമ്മൾ മുട്ട് മാറ്റി വെക്കേണ്ടി വരുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന AB വാജ്പേയി എന്ന ഒരു കാലത്ത് മിതവാദിയാണെന്ന് ഇപ്പൊ തോന്നിപ്പോകുന്ന അന്നെന്ന ഏറ്റവും വലിയ ഭീകരവാദിയായി നമുക്ക് തോന്നിയ മുൻ പ്രധാനമന്ത്രി. അന്ന് നമ്മൾ തോന്നിയതാണ് ഏറ്റവും വലുതെന്ന്. പിന്നീട് മഹാന്മാരൊക്കെ വന്നപ്പോ നമ്മൾ മനസ്സിലായി അത് മിതവാദിയാണെന്ന്. അപ്പൊ ആളുകൾ മിതവാദി, വലിയവാദി, തീവ്രവാദി എന്നൊക്കെ പേര് കൊടുക്കുന്നത് പുറകെ ഓരോന്ന് വരുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി മോഡിയും ഷായും യോഗി എന്നാ നമ്മൾ കരുതുന്നത്. ഇതിനെക്കാളും വലുത് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പിന്നീട് കഴിഞ്ഞ് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ അള്ളാഹു തന്ന ഈ കാലുണ്ടല്ലോ, ഇപ്പോ നമുക്കറിയാം മഴതനിയുടെ നാടാണിത്. മഴതനിയുടെ കാല് എത്ര തവണ ആ വെപ്പുകാല് മാറ്റിവെച്ചു. കോയമ്പത്തൂര് വെച്ച് അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് മാറ്റിവെക്കാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹം ശംഖുമുഖത്ത് കടപ്പുറത്ത് തടിച്ചുകൂടിയ പുരുഷാരത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വെപ്പുകാല് കാണിച്ചു കൊടുത്തു. മാറ്റണം. അതിനോട് ചോദിച്ചു നോക്ക്, ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ 3 വർഷം, ഇല്ലെങ്കിൽ 1.5 കൊല്ലം കഴിയുമ്പോൾ മാറ്റി വെക്കണം. അള്ളാഹു തന്ന ഈ കാലുകൊണ്ട് 10-80 കൊല്ലം പാറകളിലും അതുപോലെ തന്നെ ഏത് ലോകത്തും ഓടി നടന്നിട്ട് ഉപ്പൂറ്റി തേഞ്ഞു പോയി മാറ്റി വെക്കണമെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അള്ള തരുന്ന നിഅമത്തുകൾക്ക് നമുക്ക് ഒരിക്കലും അതിന് വില കൽപ്പിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് നമ്മൾ ചിന്തിക്കൂ. അള്ളാഹു അവന്റെ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്താനും അള്ള തരുന്ന നിഅമത്തുകൾക്ക് അസൂയ വയ്ക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.